ഹല്ലേലൂയ മൗണ്ടൻ, അതായത് അതിന് വേറൊരു പേരാണ് അവതാർ മൗണ്ടൻ. അത് കാണാനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ അവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ പോയി നമ്മൾ ടിക്കറ്റ് എടുത്ത് പിന്നെ അവരുടെ ഒരു ബസ്സുണ്ട്, ആ ബസ്സിൽ വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഇത് നമ്മളിവിടെ ചെന്ന് പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മളിവിടെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും, ഫേസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കയറ്റി വിടും. ഇതാണ് അങ്ങോട്ട് പോകാനുള്ള ബസ്. അവരുടെ ബസ്സിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. നമ്മൾ ഇന്നലെ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതൊക്കെ ഈ വഴി കൂടിയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു പോകണം. എന്ത് ഭംഗിയുള്ള വനമാണ് നോക്കിക്ക്. പക്ഷെ ആനയോ ഒരു മൃഗങ്ങളും ഇല്ല, ഒരു കുരങ്ങൻ പോലും ഇല്ല ഇവിടുത്തെ കാട്ടിലൊന്നും. ഈ തടിയുടെയൊക്കെ ഈ സ്റ്റെപ്പ് എന്ത് രസമായിട്ടാണെന്നറിയാം. തടിയാണ്, പക്ഷേ സൈഡിലുള്ള ഈ ഒരു കൈ പിടിക്കാനുള്ള കൈവിരിയില്ലേ, അത് അവർ എന്തോ സിമെൻറ്റ് കൊണ്ടിട്ട് തടിയുടെ ഷേപ്പിൽ ഇങ്ങനെ തടിയുടെ ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്ന സിമെൻറ്റ് കൊണ്ട്. പക്ഷെ നമ്മൾ ഈ ചവിട്ടി പോകുന്ന സ്ഥലം ഒറിജിനൽ വുഡാണ്. ഇവിടെ രാവിലെ നമ്മൾ മാത്രമേ ഉള്ളൂ, ഒരു 7-7:30 പോലത്തെ സമയമാണ്. ആരും ഇതുവരെ ഇങ്ങോട്ടും വന്നിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ 2 എൻട്രൻസ് ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. നമ്മൾ ഈ കയറാൻ പോകുന്ന സൈഡിലോട്ട് അധികം ആൾക്കാർ ഈ സൈഡിൽ കൂടിയല്ല, വേറൊരു സൈഡുണ്ട്, ആ സൈഡിൽ കൂടിയാണ് കൂടുതലും പേരും കയറുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിൽ ഇവരുടെ ടിക്കറ്റ് കൗണ്ടറിൽ ഭയങ്കര വലിയ ടിക്കറ്റ് കൗണ്ടറൊക്കെയാണ്, പക്ഷെ ആരും തന്നെ ഇല്ല. നമ്മൾ പോകുന്ന ബസ്, ഇവിടെ നമ്മളെ കൊണ്ടുപോകുന്ന ബസ്സിലാണെങ്കിലും ഞങ്ങളും പിന്നെ അങ്ങോട്ടേക്കുള്ള സ്റ്റാഫുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ബസ്സിൽ. ഇവിടെ എൻട്രി ഫീസ് കുറച്ച് കൂടുതലാണ്. ഇത് അവിടുത്തെ ഇതനുസരിച്ചിട്ട് 225 യുവാൻ, അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് ഏകദേശം 2900 റുപ്പീസ് വരും. പിന്നെ അതിൻ്റെ കൂടെ ഇൻഷുറൻസ് എടുക്കണം. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു 3 യുവാൻ, അതായത് ഒരു 35 രൂപ. അങ്ങനെയാണ് അവരുടെ ടിക്കറ്റ് റേറ്റ്. ഇത് 3 ദിവസം ഉണ്ട് കേട്ടോ. ഈ പാസ് വെച്ച് നമുക്ക് 3 ദിവസം അതിൻ്റെ ഉള്ളിൽ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ഒരു ദിവസം കൊണ്ടൊന്നും ഇത് കണ്ടു തീരില്ല. എന്തോരം ദൂരമാണെന്നറിയോ, ഈ കാട് മുഴുവനും അതുങ്ങളിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കും. അത് നമുക്ക് ഭയങ്കര ഒരു അതിശയമായിരുന്നു കേട്ടോ ഇതൊക്കെ കാണുമ്പോഴത്തേനും. നമ്മുടെ നാട്ടിൽ എന്തോരം സ്ഥലങ്ങളുണ്ട്, അവിടെ എവിടെയെങ്കിലും നമ്മൾ ഇതുപോലത്തെ ഒരു ഇത് കാണുന്നുണ്ടോ? നമ്മുടെ ഒരു ടൂറിസ്റ്റിന് പോകാനൊരു നല്ല ടോയ്ലറ്റ് പോലും ഇല്ല. ഇവിടെയൊക്കെ ഏതെങ്കിലും ഒരു സ്റ്റോപ്പ് പോലെ ഉണ്ടാവും, അവിടെ എല്ലാം ടോയ്ലറ്റ് ഉണ്ടാവും. നമ്മുടെ നാട്ടിലും ഇതൊക്കെ കാണുമ്പോൾ ഓർക്കുമായിരുന്നു, എന്തോ ഒരു സ്ഥലങ്ങളുണ്ട്, എന്ത് അടിപൊളിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. ഇത് താഴെ നിന്ന് നമ്മൾ കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത് ഞാൻ മേളിലോട്ട് ചെല്ലുമ്പോൾ ഇനി എന്തായിരിക്കും നമ്മളിത് കാണാൻ പോകുന്നതെന്നുള്ളൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഉള്ളിൽ. ഇതിൻ്റെ ഒരു ചരിത്രം പറയുവാണെങ്കിൽ, ഇത് പണ്ട് കാലത്ത് എന്താ പറയുന്നത്, കടലിൻ്റെ അടിയിലായിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ കാണുന്ന ഓരോ ഈ പില്ലർ പോലെ ഇരിക്കുന്ന ഈ മലകളൊക്കെ ഇല്ലേ, അതെല്ലാം കടലിൻ്റെ അടിയിലായിരുന്ന സ്ഥലങ്ങളാണ്. മണ്ണൊലിപ്പും ഒക്കെ ഉണ്ടായി അങ്ങനെ ഇതിനൊരു രൂപം മാറ്റം വന്ന് ഇതൊരു പില്ലർ രൂപത്തിലായി എന്നാണ് ഇവർ പറയുന്നത്. ഇത് സാൻഡ് സ്റ്റോൺ എന്നാണ് ശരിക്കും പറയുന്നത്. നമ്മുടെ പാറ പോലത്തെ ഒരു കല്ലല്ല. ഇതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ചിലയിടത്തൊക്കെ ഇടിഞ്ഞൊക്കെ നിൽപ്പുണ്ട്. ഇങ്ങനെ വലിയൊരു തുള പോലെയൊക്കെ നമ്മളിങ്ങനെ ഹോൾ ഉണ്ടായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. രണ്ട് പാറകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി മുട്ടി നിൽക്കുക. നമ്മൾ നേരിൽ കാണുമ്പോഴാട്ടോ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ഈ വീഡിയോയിലൊന്നും അത്രയും ഭംഗിയിലൊന്നും കിട്ടത്തൊന്നുമില്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ കാട്ടിക്കൂടെ നടന്നു പോകാനായിട്ട്. ബാക്കി എല്ലാവരും കേബിൾ കാറും എലിവേറ്ററൊക്കെ എടുത്ത് പോയി.
ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സ്റ്റെപ്പ് കയറുന്നത്. പകുതി വരെ കയറിയിട്ട് ഇനി എത്തുമോ, അപ്പോൾ ഇവർ പറയും എത്താറായി ഇവിടം വരെ ഉള്ളൂ എന്നാ തോന്നുന്നേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കയറി. കുറേ ദൂരം നടന്നു, റെസ്റ്റ് എടുത്തു, അങ്ങനെ കയറി. നമ്മൾ കയറി അതിൻ്റെ മണ്ടയ്ക്ക് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ ഇത്രയും നമ്മൾ കയറിയതിൻ്റെ ആ സകലമാന ക്ഷീണവും അങ്ങോട്ട് മാറിപ്പോവും. അത്ര ഭംഗിയാണ് അതിൻ്റെ മേളിൽ ചെന്ന് കാണാനായിട്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇടയ്ക്കൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് നിന്ന് കാണാൻ പറ്റും. അത് ചെറിയ ഇങ്ങനെ കാഴ്ചകളൊക്കെയാണ്, അതൊക്കെ നമ്മൾ കണ്ട് അങ്ങ് പോരാം. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അയ്യോ എന്ത് രസമാണെന്നറിയാവോ കാണാനായിട്ട്, ഒരു രക്ഷയില്ല. കിടു അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. അയ്യോ ഇത് ഈ ചൈനയിൽ വരുമ്പോൾ നമ്മൾ ശരിക്കും എല്ലാവരും പോകുന്നത് ബെയ്ജിങ് അങ്ങനെയുള്ള സ്ഥലത്തോട്ടൊക്കെയാണ് പോകുന്നത്. അത് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയകളാണ്. അവിടെ സിറ്റി ലൈഫ് പോയുള്ള അങ്ങനത്തെ അല്ലേ. പക്ഷെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ആ പ്രകൃതി ഭംഗി കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരണം. എന്ത് രസമാണെന്നറിയാമോ, എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല. പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്തൊരു സ്ഥലമായിപ്പോയി അത്. ഞങ്ങൾ പോകണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. അവസാനം വന്നതല്ലേ നമ്മൾ കണ്ടിട്ട് പോവാം എന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ്. അത് കയറിയില്ലായിരുന്നെങ്കിൽ അത് വലിയ നഷ്ടമായി പോയേനായിരുന്നു. തണുപ്പ് കാലാവസ്ഥയാണ്. പക്ഷെ നമ്മൾ കയറുമ്പോൾ ഉള്ള നമുക്ക് ആ ഒരു ചൂടുണ്ടല്ലോ, നമ്മൾ നടന്നു പോകുന്നതിൻ്റെ ആ ഒരു ഇത് മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിള്ളേരും ഭയങ്കര ഹാപ്പിയായി കണ്ടു കഴിഞ്ഞപ്പോൾ. ഞാൻ വിചാരിച്ചില്ല മോള് അവൾ നടക്കത്തില്ല, ഇത്രയൊക്കെ നടക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അവളെക്കാളും കഷ്ടമാണ് ഞാൻ പകുതി വഴിയിൽ ഇരിക്കുന്ന വിചാരിച്ചത്. പക്ഷെ ഞാനും കയറി. ഇത് കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിലുള്ളതുകൊണ്ട് എങ്ങനെ എത്തിപ്പെടണമെന്ന് വിചാരിച്ച് അങ്ങ് കയറി. അമ്പോ പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. ഇതൊക്കെ നേരിട്ട് കണ്ടാലേ ഇതിൻ്റെ ഭംഗി ഒരു രക്ഷയില്ല. ഇതിൻ്റെ മഞ്ഞുള്ള, അതായത് ഫോഗുള്ള സമയത്ത് മഴ സീസണിൽ ഇതിൻ്റെ ഒരു സീനുണ്ട്, അത് കാണിച്ചു തരാം. അതാണെങ്കിൽ മുഴുവൻ ഇങ്ങനെ മഞ്ഞിൻ്റെ ഇടയ്ക്ക് കൂടെ. അന്നേരം നമുക്ക് ഈ താഴ്ന്ന ഭാഗങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഈ താഴെ എന്തൊക്കെയുണ്ട്, ഇത്രയും ആഴമാണോ അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അത് മുഴുവൻ ഇങ്ങനെ ഫോഗ് വന്ന് മൂടി ആ മേൽഭാഗം മാത്രം പാറയുടെ അത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതാണ് ഇത് ഈ കാണുന്ന വ്യൂ. 1992 യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇതിൻ്റെ പേര് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. 2009 നമ്മളുടെ അവതാർ മൂവി ഇറങ്ങിയില്ലേ, ആ അവതാർ മൂവി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ 2010 തൊട്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ ഭയങ്കര പേര് പ്രശസ്തമായി. അങ്ങനെ ഇതിൻ്റെ പേര് വന്നിരിക്കുന്നത് അവതാർ ഹല്ലേലൂയ മൗണ്ടൻ ആണ്. ഈ കാടിൻ്റെ അകത്തൂടെ പോകുമ്പോൾ നമുക്ക് ആദ്യം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റക്കായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത്രയും സ്റ്റെപ്പ് കയറി പോകുന്നതല്ലേ, പകുതി വെച്ചൊന്നും നമുക്ക് ഇറങ്ങി പോരാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ ആലോചിക്കായിരുന്നു. പിന്നെ നമ്മൾ കുറേ നടന്ന് ചെല്ലുമ്പോഴാണ് നോക്കുമ്പോഴാണ് കാണുന്നത് എല്ലായിടത്തും ക്യാമറയുണ്ട്. ഇത്ര ദൂരം ചെല്ലുമ്പോഴത്തേനും ഈ ക്യാമറകളെല്ലാം ഉണ്ട്, അവിടെ ഓണായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കാട്ടിൽ പെട്ടുപോയാലും അവർക്കത് അറിയാൻ പറ്റുന്നുണ്ട്. ടൂറിസ്റ്റുകളായിട്ട് ഇവിടെ മലയാളികളെ ഒന്നും ആരെയും അങ്ങനെ കണ്ടില്ല. മലയാളികൾ നല്ല പൊതുവെ ഇന്ത്യൻസിനെ ഒന്നും ആരെയും കണ്ടിട്ടില്ല ഞങ്ങളിവിടെ ഈ സ്ഥലങ്ങളിലൊന്നും. എല്ലാം ചൈനയിൽ നിന്ന് വന്നവരും കൊറിയൻ, ജപ്പാൻ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ ചുറ്റും ഈ പാറയുടെ ഹൈറ്റിൽ വരെ നമ്മൾ നടന്നു കയറി. അത്രയും ഹൈറ്റിൽ ഇവർ ഈ റോഡ് ഈ നമുക്ക് നടക്കാനുള്ള ഈ പാലം പോലെ ഫുള്ള് ഈ എന്തോ ഒരു ഏരിയ ഉണ്ടോ ആ ഏരിയ മുഴുവനും അവർ ചുറ്റി ഈ പാലങ്ങൾ തടി കൊണ്ടും കരിങ്കല്ല് കൊണ്ടും ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുക. ഇത് ഈ എങ്ങനെ ഇവർ ചെയ്തു എന്നുള്ളതാണ്. ഇത്രയും ഹൈറ്റിലൊക്കെ അത് മരങ്ങളൊന്നും വെട്ടിക്കളയാതെ ആ മരത്തിൻ്റെ ഷേപ്പിൽ അവരെ വട്ടത്തിൽ തന്നെ അത് ചെയ്ത് മരത്തിനെ അങ്ങനെ നിർത്തിക്കൊണ്ടൊക്കെയാണ് ഇത് ചെയ്തേക്കുന്നത്. ഒട്ടും നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശയം എന്ന് തന്നെ തോന്നിപ്പോവും.
ചൈനയെ വരുവാണെങ്കിൽ ആരും മിസ്സാക്കാണ്ട് കാണേണ്ട ഒരു സ്ഥലം തന്നെ ഇത്. ഇച്ചിരി കാശ് നമ്മൾ പോയാലും വേണ്ടില്ല, അത്രയും ഭംഗിയായിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ അവർ അവതാർ മൗണ്ടൻ്റെ ഷൂട്ട് ചെയ്ത് ആ കുറേ പിക്ചറുകളും അങ്ങനെയുള്ളതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അവതാറിൻ്റെ ഫസ്റ്റ് ഫേസ് നടന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടുള്ള പോക്കാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്കത് കാണാം. ബൈ.